വിഷയാൻ ധ്യായതശ്ചിത്തം വിഷയേഷു വിഷജ്യതേ മാം അനുസ്മരതശ്ചിത്തം മയി ഏവ പ്രവിലീയതേ. ഭഗവാൻ പറയും ഇതൊക്കെ, ഈ കൃഷ്ണ ഭഗവാൻ പറഞ്ഞു തരും നമുക്ക് ഭാഗവത്തിൽ. ഉദ്ധവന് പറഞ്ഞു തരുമ്പോൾ എന്നെ തന്നെ നിങ്ങളെ ഓർത്തുകൊണ്ട് ഇന്നാൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സ് എന്നിൽ വന്ന് ചേരും. അപ്പോഴോ പുഴ ഒഴുകി 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 ആ പുഴയുടെ സാഫല്യം എവിടെയാണ്? സമുദ്രത്തോട് ചേരുമ്പോഴാണ് അല്ലേ? അതിൻ്റെ പരിമിതികളൊക്കെ പോയി അല്ലേ? അനന്തത കൈവരിച്ചു. ഇതുമാതിരി നമ്മുടെ ഈ പരിമിതമായ ഈ വ്യക്തിഭാവം ആ ഭഗവാനിൽ ലയിക്കുമ്പോൾ നമ്മളും കൃതാർത്ഥരായി ധന്യരായി. മനസ്സിലായോ? മാമനുസ്മൃത, ഭഗവാനെ നിരന്തരം ചിന്തിച്ചാൽ ധ്യാനിച്ചാൽ. അല്ല, നിങ്ങൾ നിരന്തരം ഈ ലോകകാര്യങ്ങളെ തന്നെ ആലോചിച്ചുകൊണ്ട് ലോകവിഷയങ്ങളിൽ തന്നെ മനസ്സ് ആസക്തമായി ഇരിക്കുകയാണെങ്കിലോ നിങ്ങളുടെ മനസ്സ് അതിൽ പോയി ചേരും, അതിൽ കുടുങ്ങിപ്പോവും, അതിലുറയ്ക്കും. അപ്പോഴോ ദുഃഖം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ എളുപ്പത്തിൽ നമ്മുടെ മനസ്സിനെ വിഷയങ്ങളിലാണ് നമുക്ക് പരിചയം, അതിൽ നിന്ന് ക്രമികമായി ഉയർത്തി ഭഗവാനിൽ ഉറപ്പിക്കാനുള്ള മാർഗം ഭഗവാൻ ഈ ഭാഗവതത്തിലൂടെ പറഞ്ഞു തരിക.